അവസരങ്ങൾ വാതിൽപ്പടിയിലില്ലേ? ഇല്ലെങ്കിൽ അവസരങ്ങൾ കണ്ടെത്തൂ. വെൻ ഓപ്പർച്യൂണിറ്റീസ് നോക്ക് അറ്റ് യുവർ ഡോർ. ഇതാ നിങ്ങളുടെ വാതിലിൽ നോക്കൂ, ആരോ മുട്ടുന്നുണ്ട്. ആരാന്നല്ലേ? ധാരാളം അവസരങ്ങൾ. പക്ഷെ നിങ്ങൾ കാണുന്നുണ്ടോ അവസരങ്ങളെ? ഇല്ല. പലപ്പോഴും അങ്ങനെയാണ്. നമ്മൾ അവസരങ്ങൾ മുമ്പിലുണ്ടായിട്ട് കൂടി ചിലപ്പോഴൊക്കെ അവസരങ്ങളെ അറിഞ്ഞിട്ട് മിസ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ ആ അവസരങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് പിക്ക് ചെയ്യാൻ പറ്റാറില്ല. വി കനോട്ട് യൂസ് സം ഓപ്പർച്യൂണിറ്റീസ്. നമ്മളുടെ കയ്യിൽ നിന്ന് അതങ്ങനെ ലൂസായി പോകും അല്ലേ? എല്ലാ സമയത്തും നമുക്ക് ആ അവസരങ്ങളെ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും പറ്റാറില്ല. അതുകൊണ്ട് നമ്മളൊരു ലൂസറായി എന്നുള്ളതാണോ? അല്ല. ചില സമയത്ത് നമ്മൾ എന്തുകൊണ്ട് അവസരങ്ങൾ ഉപയോഗിക്കാത്ത? വി ആർ അഫ്രൈഡ് ടു ടേക്ക് റിസ്ക്. നമ്മൾ ആ റിസ്ക് എടുക്കാനായിട്ട് നമ്മൾ പേടി തോന്നിയിട്ടാണ് ആ അവസരങ്ങളെ നമ്മൾ ചൂസ് ചെയ്യാണ്ടിരിക്കുന്നത്. അപ്പോൾ പേടിക്കാണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അവസരങ്ങളെ വൈസ്ലി ചൂസ് ചെയ്യണം. ഡോണ്ട് വെയിറ്റ് ഫോർ റൈറ്റ് ഓപ്പർച്യൂണിറ്റി. ഇഫ് യു ഡോണ്ട് ഹാവ് എ റൈറ്റ് ഓപ്പർച്യൂണിറ്റി, വാട്ട് യു ഹാവ് ടു ഡു? യു ഹാവ് ടു ക്രിയേറ്റ് ഇറ്റ്. ജോർജ് ബെർണാഡ് ഷോ പറഞ്ഞാണ്, ഡോണ്ട് വെയിറ്റ് ഫോർ റൈറ്റ് ഓപ്പർച്യൂണിറ്റി, ക്രിയേറ്റ് ഇറ്റ്. ഇഫ് യു ഡോണ്ട് ഹാവ് എ റൈറ്റ് ഓപ്പർച്യൂണിറ്റി, വാട്ട് യു ഹാവ് ടു ഡു? യു ഹാവ് ടു ക്രിയേറ്റ് ഇറ്റ്. എങ്ങനെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാം? നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ നമുക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായി എന്ന് വരില്ല. അപ്പോൾ വി നീഡ് എ നെറ്റ്വർക്ക്. നമുക്കൊരു നെറ്റ്വർക്ക് ആവശ്യമുണ്ട്. നമുക്ക് കുറേ കോണ്ടാക്ട്സ് ആവശ്യമുണ്ട്. നമ്മുടെ ചുറ്റും നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ധാരാളം ആളുകളെയും ആവശ്യമുണ്ട്. സോ വാട്ട് ഈസ് അവർ നീഡ്? അവർ നീഡ് ഈസ് സോ മെനി കോണ്ടാക്ട്സ്. നമുക്ക് കോണ്ടാക്ട്സ് ഉണ്ടാവുമ്പോൾ നമുക്ക് ഒബിയസ്ലി ഓപ്പർച്യൂണിറ്റീസും നമ്മളെ തേടി വരും. തേടി വരുന്നത് എങ്ങനെയാണ്? ആ കോണ്ടാക്ട്സിലൂടെയാണ്. നമ്മൾ ചൂസ് ചെയ്യുന്ന വഴികളെ കണ്ട് ആളുകൾ പരിഹസിച്ചിരിക്കാം, നമ്മളെ ജഡ്ജ് ചെയ്തിരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഒരു ഇന്നേറ്റ് ആയിട്ടുള്ള ബിഹേവിയറാണ് ജസ്റ്റ് ക്വിറ്റ് എന്നുള്ള. ആളുകൾ എന്ത് പറയും എന്നുള്ള ചിന്ത, നീ ചെയ്യുന്നത് കണ്ട് ആളുകൾ എന്ത് പറയും എന്നുള്ള ചിന്ത. അതുകൊണ്ട് തന്നെ നമ്മൾ പല അവസരങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട്. ഞാൻ ഈ ജോലിക്ക് പോയാൽ, ഞാൻ ഈ കോഴ്സ് എടുത്താൽ, ഞാൻ ഇത് പഠിച്ചാൽ, ഞാൻ അത് ചെയ്താൽ ആളുകൾ എന്ത് പറയും എന്നുള്ള ചിന്ത. ആ ചിന്ത ഒഴിവാക്കിയാൽ തന്നെ പല അവസരങ്ങളും നമുക്ക് പല സാധ്യതകൾ തുറന്നു തരും. എന്തിനാണ് മറ്റുള്ളവരുടെ ജഡ്ജ്മെൻറ്റിൽ ആലോചിച്ച് നമ്മൾ സമയം കളയുന്നത്? ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി, എൻ്റെ ശബ്ദം ആളുകൾ കേട്ടാൽ ആളുകൾ എന്ത് വിചാരിക്കും, എന്ത് ചിന്തിക്കും എന്നുള്ളത്. അത് വിചാരിച്ച് ഞാൻ കുറേ നാൾ ഒന്നും തുടങ്ങാതെ ഇരുന്നു. തുടങ്ങിയിട്ടും ആളുകളോട് പറയാതെ ഇരുന്നു. പക്ഷേ ആരെന്ത് പറഞ്ഞാൽ എന്താ? അത് എൻ്റേതായിട്ടുള്ളൊരു സ്പേസാണ്. വാട്ട് ഐ റിയലൈസ്ഡ് യെസ്, ദിസ് ഇസ് മൈ സ്പേസ് ടു ഷെയർ സംതിങ് ടു ദ വേൾഡ്. ഞാൻ ലോകത്തെ എങ്ങനെ കാണുന്നു, ഞാൻ ലോകത്തോട് എന്ത് സംസാരിക്കുന്നു എന്നുള്ളത് എൻ്റെ മാത്രം വിഷയമാണ്. അത് എന്നെ ഇഷ്ടപ്പെടുന്നവർ എൻ്റെ കൂടെ ഒപ്പം എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ള ചിന്തയാണ് എന്നെ വളർത്തിയത്. അതുപോലെ തന്നെയാണ് എല്ലാവരിലും ഉണ്ടാകേണ്ടത്. അപ്പോൾ എവ്രി എക്സ്പീരിയൻസ്, വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ നല്ലത് പറയുന്ന ഒരു കൂട്ടം ആളുകൾ, നമ്മളെ മോശം പറയുന്ന ഒരു കൂട്ടം ആളുകൾ എവിടെയും ഉണ്ടാകും. എവ്രി എക്സ്പീരിയൻസ് ഇസ് എൻ ഓപ്പർച്യൂണിറ്റി ടു ലേൺ ആൻഡ് ഗ്രോ. എന്നെ മോശമായിട്ട് സംസാരിക്കുന്ന ആളുകൾ, എന്നെ ജഡ്ജ്മെൻ്റലായിട്ട് പറയുന്ന ആളുകൾ ചുറ്റുമുണ്ടെന്നറിഞ്ഞിട്ടും നമ്മൾ ആ ഒരു ഓപ്പർച്യൂണിറ്റീനെ പോസിബിലിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് നമുക്കവിടെ സക്സസ് എന്ന ക്രൈറ്റീരിയയിലേക്ക് എത്താൻ പറ്റുന്നത്. സോ ചൂസ് വൈസ്ലി. എവ്രി എക്സ്പീരിയൻസ് ഇസ് എൻ ഓപ്പർച്യൂണിറ്റി ടു ലേൺ ആൻഡ് ഗ്രോ. മനുഷ്യൻ അസാധ്യമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോകാറുണ്ട്, മഞ്ഞ് മൂടിയ പ്രദേശങ്ങളിലേക്ക് പോകാറുണ്ട്. വൈ? അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലേ. സംതിങ് അഡ്വെഞ്ചറസ് ഇസ് ദർ, സംതിങ് ഇസ് ദർ ടു ലേൺ ആൻഡ് ഗ്രോ. അല്ലെങ്കിൽ അവനത് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ്. ഇഫ് someone is thinking there is no opportunity, nothing to see, nothing to experience എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ എനിവേ വി നെവർ സീ അല്ലേ. ഇനി നമ്മൾ ഈ വെരി അഡ്വഞ്ചറസ് ആയിട്ടുള്ള ട്രിപ്പുകൾക്കും ഒക്കെ പോകുമ്പോൾ അവിടെ അവിടെ ആ ഒരു ട്രിപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യുന്ന ആൾക്കാർ, അവരെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ട്രിപ്പുകളൊക്കെ പോയി ആസ്വദിക്കുന്നു അല്ലേ. പക്ഷേ വാട്ട് ദി ഫൗണ്ട് ഇസ് ദർ ഇസ് എൻ ഓപ്പർച്യൂണിറ്റി ടു മേക്ക് സച്ച് എക്സ്പീരിയൻസ് ടു ദ വേൾഡ് അല്ലേ. ഇപ്പോൾ നമ്മളൊരു ഹോട്ട് എയർ ബലൂണിൻ്റെ കാര്യം എടുത്താൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി ആ ഒരു ഓപ്പർച്യൂണിറ്റീനെ ഗ്രാബ് ചെയ്തുകൊണ്ടാണ് അവർ ആ ഒരു മേഖല തന്നെ സക്സസ്ഫുൾ ആയത്. അതുപോലെയാണ് നമ്മൾ വിചാരിക്കും ചില സ്ഥലത്തൊന്നും ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല, നമുക്ക് സാധ്യതകളില്ല എന്ന്. പക്ഷേ ആ സാധ്യതകളെ കണ്ടെത്തുമ്പോഴാണ് നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള പേഴ്സണായി മാറുന്നത്. വട്ടപൂജ്യത്തിൽ നിന്ന് തുടങ്ങി തോറ്റ് തോറ്റ് തൊപ്പിയിട്ട ആൾക്കാരുണ്ടാവും. ബട്ട്
7 ടൈംസ് വീണാലും 8th ടൈം വി വിൽ സ്റ്റാൻഡ് അപ്പ്. 7 തവണ നിങ്ങൾ വീണിരിക്കാം, പക്ഷെ 8ാമത്തെ തവണ നിങ്ങൾ എണീറ്റ് നിന്നതുകൊണ്ടല്ലേ ഇപ്പോൾ നമ്മൾ നടക്കുന്നത്, അല്ലേ? അതുകൊണ്ട് തന്നെയാണ് ലോകത്തെ പല രീതിയിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നതും. സോ ഡോണ്ട് വെയിറ്റ് ഫോർ എനി ഓപ്പർച്യൂണിറ്റി, ജസ്റ്റ് ക്രിയേറ്റ് ഇറ്റ് ഇഫ് യു കാൺ ഫൈൻഡ് സംതിങ്. ഓക്കെ, സോ വാട്ട് ഈസ് ദെയർ? ഓപ്പർച്യൂണിറ്റി ഇല്ല എന്ന് വിഷമിക്കുന്നവര് മേക്ക് ഓപ്പർച്യൂണിറ്റീസ്. എവിടെയും ഒരു റൂമിൻ്റെ അകത്തിരുന്ന് എനിക്കിതൊക്കെ സംസാരിക്കാൻ കഴിയുന്നെങ്കിൽ എവ്രി one have an opportunity to showcase your own talent, your own creativity, you have your own space in this world. So believe me, you will find success and find more opportunities, and I can assure you, you will get more opportunities knocking at your door. Thank you.